വാഹനങ്ങളോട് സ്നേഹം വേണം. മുൻകാലങ്ങളിലൊക്കെ മൃഗങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത പേരുകളുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനോട് മഹബത്ത് വേണം, സ്നേഹം വേണം, അത് വൃത്തിയായി കൊണ്ടു നടക്കണം. പക്ഷേ അതിനോട് അങ്ങോട്ട് പൂണ്ടുപിടിക്കാൻ പാടില്ല. വെറൈറ്റി നമ്പർ കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പൊടി പൊടിച്ചിട്ട് അത്ര വലിയ സ്നേഹമൊന്നും വാഹനത്തോട് കാണിക്കേണ്ട ആവശ്യമില്ല. അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങൾ പൊടി പൊടിക്കുക. വാഹനം മനുഷ്യന് സഞ്ചരിക്കാനുള്ളതാണ്, ആർഭാടം കാണിക്കാനുള്ളതല്ല. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്ര ചെയ്തത് അത്ഭുതമല്ലേ. വാഹനങ്ങൾ മോടി പിടിപ്പിക്കുന്ന സമയം ചിന്തിക്കേണ്ടത് നാളെ എന്നെ കൊണ്ടുപോകുന്ന വണ്ടിക്ക് വീല് പോലും ഉണ്ടാകൂല എന്നാണ്. നാളെ എന്നെ കൊണ്ടുപോകുന്ന വണ്ടിക്ക് ടയർ പോലും ഉണ്ടാകൂല, എഞ്ചിൻ ഉണ്ടാകൂല, അതിന് പെട്രോൾ അടിക്കേണ്ടി വരൂല. അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് നാളെ എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്ത തന്റെ വണ്ടി മോടി പിടിപ്പിക്കുമ്പോ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ യജമാനനായ റബ്ബിനോടുള്ള ഭയഭക്തി അവന്റെ കൽബിലുണ്ടാകും. 6 കാലുള്ള കട്ടിലിൽ ആരൊക്കെയോ പിടിച്ചൊന്നിച്ച് തള്ളിക്കൊണ്ടുപോകും പള്ളിക്കാട്ടിലേക്ക്. ഈ അവസാന യാത്ര എല്ലാവരും നടത്തേണ്ടതാണല്ലോ. വണ്ടിയോട് സ്നേഹം വേണം, പക്ഷേ ഭ്രമം പിടിക്കാൻ പാടില്ല. തന്റെ പറമ്പുകളോട്, തന്റെ കൃഷിസ്ഥലങ്ങളോട്, തന്റെ അധ്വാനിച്ചുണ്ടാക്കുന്ന മേഖലകളോടൊക്കെ സ്നേഹം വേണം. അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, ഭ്രമം ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 2 ചെറുപ്പക്കാരുടെ സംഭവം പറയുന്നുണ്ട്. അള്ളാഹു സമ്പാദ്യം കൊടുത്തു. അതിലൊരാളോ തനിക്ക് കിട്ടിയതൊക്കെ ചെലവഴിക്കുകയും നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്തു. അയാളുടെ കയ്യിൽ മിച്ചമായി ഒന്നുമില്ല, സാധുവാണ്. മറ്റേയാളോ ഒന്നിനു പിറകെ ഒന്നായി കൃഷി ചെയ്തുണ്ടാക്കി, ഒരു പറമ്പ് വൃത്തിയാക്കി അവിടെ കൃഷി ചെയ്തു, വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കി. അടുത്തത് വേറെ തോട്ടങ്ങൾ. ആ തോട്ടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുന്തിരിത്തോട്ടങ്ങൾക്ക് ചുറ്റും ഈത്തപ്പനകളെ കൊണ്ടായിരുന്നു വേലി കെട്ടിയിരുന്നത് എന്ന്. അതായത് വേലിയിൽ നിന്നും വിള കിട്ടുന്ന ഒരു സമ്പ്രദായം. അത്രത്തോളം എന്ത് കൊടുത്തു, അള്ളാഹു വലിയ തോട്ടത്തിനുടമയാക്കി. എന്നിട്ടോ അയാൾ ചെയ്തതെന്താ, ഈ തോട്ടത്തെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിച്ചു. അതിന്റെ പേരിൽ ഹുങ്ക് നടിച്ചു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒന്നുമല്ലാതാക്കി കളഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കിയപ്പോ തന്റെ തോട്ടവും കാണാനില്ല, മുന്തിരികളുമില്ല, ഈത്തപ്പനയുമില്ല, തരിശു ഭൂമി പോലെയായി കളഞ്ഞു എന്ന ആ ഭൂമി. എന്തേ കാരണം? അതിനോട് ഭ്രമം കൂടിയപ്പോ, അതിനോട് സ്നേഹം അങ്ങോട്ട് അധികരിച്ചപ്പോ, ഇതുകൊണ്ട് നാളെ ഞാൻ നിലനിൽക്കും, എനിക്കിനി ഒരു അവസാനം വരാനില്ല എന്ന് പോലും ചിന്തിക്കുന്ന രൂപത്തിലേക്ക് അയാൾ മതിമറന്നു പോയത് കാരണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാ. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാലോ, വൈലുൽ ലികുല്ലി ഹുമസതിൽ ലുമസ الذي جمع مالا وعدده يحسب أن ماله أخلده. ചില ആളുകളുണ്ട്, അവർക്ക് നരകം അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തേ അവർക്ക് കൊടുക്കാനുള്ള കാരണം? അവരിങ്ങനെ എണ്ണി 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 ഇരിക്കും. ഉള്ളത് ഇങ്ങനെ എന്ത് ചെയ്യാ, പെട്ടിയിലുണ്ട്, അതൊക്കെ ഇങ്ങനെ അടുത്ത് എണ്ണുക, പിന്നെ മാറ്റിവെക്കുക, വീണ്ടും എണ്ണുക, മാറ്റിവെക്കുക, എണ്ണുക, മാറ്റിവെക്കുക. ഇത് തന്നെ അവസ്ഥ. വല്ലതും കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പേടിച്ച് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാർക്ക് വൈലെന്ന നരകമുണ്ട്. എന്തേ അവരുടെ ഭാവന? യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവരുടെ സമ്പാദ്യം അവർക്ക് ശാശ്വതമായി ഭൂമിയിൽ വസിക്കാനുള്ള മാർഗമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരാണ്. അവരുടെ ആ സമ്പാദ്യം കൊണ്ട് ശാശ്വതമായി ഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. അതിനോട് സ്നേഹം കൂടിയപ്പോ, ഭ്രമം കൂടിയപ്പോ അത്തരത്തിലായി പോയി. അതുകൊണ്ട് തന്നെ അതൊക്കെ ആവശ്യമാണ്, സ്നേഹം വേണം, പക്ഷെ പൂണ്ടുപിടിച്ചു പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ എണ്ണി പറയാ, ഇതൊക്കെ മനുഷ്യന്റെ വികാരങ്ങളിൽ പെട്ടതാണ്. വികാരം അത് മനുഷ്യൻ അടിമപ്പെട്ടു കഴിഞ്ഞാൽ, മനുഷ്യൻ അതിനടിമപ്പെട്ടു കഴിഞ്ഞാൽ അത് നരകത്തിലേക്കുള്ള മാർഗമായി തീരും. മൂന്നാമതായി പറയുന്നു വിനോദം. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹു വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. ഈ ദുനിയാവ് മുഴുവൻ കളി വിനോദമാണെന്ന് പരിശുദ്ധ ഖുർആൻ. കളികളും വിനോദങ്ങളും അടങ്ങിയതാണ് ഈ പച്ചയായ ദുനിയാവ്. നിന്നെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കും. ആ വിളി നിന്നെ നരകത്തിന്റെ വാതിൽക്കൽ കൊണ്ടെത്തിക്കുന്നതാണ്. വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ
അള്ളാനെ പേടിച്ച് ആഖിറത്തിന് വേണ്ടി പണിയെടുത്തവനാണോ അവനാണ് വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദുനിയാവ് കളിക്കാനും ചിരിക്കാനുമുള്ള ഇടങ്ങളാണ് എന്ന് കരുതി അവിടെ കളിയും ചിരിയുമായി മാത്രം നടന്നു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിലേക്കുള്ള പാത അവന് വലിയ ദുർഘടമായിരിക്കുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. കളിവിനോദങ്ങൾ കേവലം നമ്മൾ ഈ കാണുന്ന കളികളും വിനോദങ്ങളും മാത്രമല്ല. ദുനിയാവിന്റെ ചതി എന്നുള്ളത് നല്ലത് എന്ന് തോന്നിപ്പിച്ച് മനുഷ്യനെ ചതിയിലേക്കാക്കും. ഇബ്ലീസ് മനുഷ്യനെ പിഴപ്പിക്കാനുള്ള മാർഗമായി ആദ്യം തിരഞ്ഞെടുക്കുന്നത് ദുനിയാവിനോടുള്ള ഹബ്ബ് കൊടുക്കുക എന്നതാണ്. ദുനിയാവിനോട് വല്ലാത്ത സ്നേഹം അങ്ങോട്ട് ഇട്ട് കൊടുക്കും, മനസ്സിനങ്ങോട്ട് മഹബ്ബത്ത് കയറ്റി കൊടുക്കും. ആര്? സാക്ഷാൽ ഇബ്ലീസ്. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്ലീസ് ഭയങ്കര സാധനമാണ്. മനുഷ്യനെ പിഴപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ ചെയ്യും. മനുഷ്യന് നന്മ കിട്ടേണ്ട ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ മുടക്കും. എന്നിട്ടോ നല്ലത് എന്ന് തോന്നിപ്പിച്ചിട്ട് തെറ്റ് ചെയ്യിക്കും. അതാണ് സാക്ഷാൽ ഇബ്ലീസ്. നല്ലത് എന്ന് തോന്നിപ്പിച്ചിട്ട് തെറ്റ് ചെയ്യിക്കും. പള്ളിയിൽ wudu എടുത്ത് കയറി വന്നു 2 റക്അത്ത് നിസ്കരിക്കാനെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴുണ്ടാകും നിസ്കാരത്തെക്കാൾ കൂലിയാണല്ലോ ഖുർആൻ ഓതുന്നതിന്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ ബൽ അലിഫുൻ ഹർഫുൻ വ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ. ഒരു അക്ഷരം ഓതിയാൽ തന്നെ 10 നന്മയുണ്ടല്ലോ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നതല്ലേ ഈ 2 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ എന്ന് പറഞ്ഞ് ഖുർആൻ എടുപ്പിക്കും. എന്നിട്ടോ അവിടെ ഇരുത്തി താരാട്ട് പാടി ഉറക്കും. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴേക്കും ഉറക്കം കണ്ണിൽ പിടിക്കും. നിസ്കാരവുമില്ല, ഖുർആൻ പാരായണവുമില്ല. സാക്ഷാൽ ഇബ്ലീസ് ചെയ്ത പണി എന്താ? നല്ലത് എന്ന് തോന്നിപ്പിച്ചിട്ട് 2 അമലുകളും മുടക്കിക്കളയാ. മനുഷ്യന് നന്മ കിട്ടേണ്ട ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ ഇബ്ലീസ് മുടക്കിക്കളയും. ഒരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ജീവിതകാലത്ത് മുഴുവൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, സാക്ഷാൽ ഇബ്ലീസിനെ ലഅനത്ത് ചെയ്യുന്ന ഹദീസ് കേട്ടതിന് ശേഷം ആ മനുഷ്യൻ ഇബ്ലീസിനെ ലഅനത്ത് ചെയ്യാത്ത സമയങ്ങളില്ല എന്നാണ്. എപ്പോഴും ഇബ്ലീസിന്റെ പേര് പറയുകയും ചെയ്യും, ലഅനത്ത് ചെയ്യുകയും ചെയ്യും. ഇബ്ലീസ് എന്ന് എവിടെ കേട്ടാലും ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു അവനെ ശപിക്കട്ടെ എന്ന് ഇങ്ങനെ ദുആ ഇറക്കും. ഇനി പറഞ്ഞില്ലെങ്കിലോ സ്വന്തമായിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. അപ്പൊ ഇബ്ലീസിനെ സദാസമയവും ശപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഒരു യാത്ര പോയി. ആ മഹാൻ ഒരു യാത്ര പോയി. അങ്ങനെ ദൂരം നടന്നതിന് ശേഷം ക്ഷീണിച്ചപ്പോ ഒരു മതിലിന്റെ, ഒരു എടുപ്പിന്റെ, ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലായി കിടന്ന് ഒരല്പം തണല് കണ്ടപ്പോ അവിടെ കിടന്നൊന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി കുറച്ചു നേരം ഉറങ്ങിയപ്പോ ഒരാൾ ഓടി വന്നു, പെട്ടെന്ന് വന്നു. എന്നിട്ട് വിളിച്ചു, തട്ടി വിളിച്ചു, മനുഷ്യ എഴുന്നേക്കണം, എഴുന്നേറ്റ് മാറണം, ഈ മതിൽ ഇപ്പൊ ഇടിഞ്ഞു വീഴും, നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ മുകളിലേക്ക് വീഴും. ഈ മഹാനവറുകൾ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് മാറിയപ്പോ സുബ്ഹാന ജല്ല ജലാലു അദ്ദേഹം കിടന്നിരുന്ന ആ തണലുള്ള മതിൽ അത് മറിഞ്ഞു വീണു. അദ്ദേഹം കിടന്ന ഭാഗത്തേക്കാണ് വീണത്. ഇയാൾക്ക് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാഹ്, അതിനടിയിൽ പെട്ടുപോയില്ലല്ലോ, മരിച്ചില്ലല്ലോ. തന്നെ രക്ഷിച്ച ആ മനുഷ്യനെ വിളിച്ചിട്ട് നന്ദി പറയാൻ വേണ്ടി, താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചു. നിങ്ങൾ വലിയ ഉപകാരമാണ് ചെയ്തത്. ഞാനെങ്ങാനും ഇവിടെ കിടന്നിരുന്നെങ്കിൽ മരണപ്പെട്ടു പോകുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചത് കൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. ആരാണ് നിങ്ങൾ? അയാൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസാണ്. അപ്പോഴും പറഞ്ഞു ലഅനത്തുല്ലാഹി അലൈഹി, ഞാൻ ഇബ്ലീസാന്ന് പറഞ്ഞപ്പോ, ഇബ്ലീസ് എന്ന് കേട്ടപ്പോ വീണ്ടും അദ്ദേഹം പറഞ്ഞ മഹാനവറുകൾ പറഞ്ഞു ലഅനത്തുല്ലാഹി അലൈഹി. ഇയാൾക്ക് അതിശയമായി. കാരണം എന്തേ? എന്റെ ജീവിതകാലത്ത് ഞാൻ മുഴുവൻ സമയവും തന്നെയല്ലേ ഈ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ഇബ്ലീസ് നിന്നെ തന്നെയല്ലേ ഞാൻ ഈ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെന്തിനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്? അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് ഇബ്ലീസ് പറഞ്ഞ മറുപടി എന്താ അറിയോ? മനുഷ്യ, നിന്നോടുള്ള സ്നേഹം കൊണ്ടോ പിരിശം കൊണ്ടോ ഒന്നും അല്ല ഇവിടുന്ന് എഴുന്നേപ്പിച്ചു വിട്ടത്. മറിച്ച് ഇവിടെ കിടന്നിട്ടെങ്ങാനും ഈ മതിലും മറിഞ്ഞു വീണ് നീ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ
നീ ഇവിടെ കിടന്നുറങ്ങി, നീ അറിയാത്ത സമയത്ത് നിന്റെ മുകളിലേക്ക് ഈ മതിൽ മറിഞ്ഞു വീഴുകയും നീ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ ഷഹീദിന്റെ പട്ടികയിൽ നിന്റെ പേരെഴുതപ്പെടും. അങ്ങനെ വെറുതെ ശുഹദാക്കളുടെ പട്ടികയിലേക്ക് നിന്നെ എഴുതപ്പെടുന്നത്, ഷഹീദിന്റെ കൂലി കിട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ലഅനത്തുല്ലാഹി ഇബ്ലീസ് ആ മനുഷ്യനോട് മറുപടി പറയാം. നോക്കുങ്ങൾ, എങ്ങനെയാണോ നന്മ കിട്ടുന്നത്, കൂലി ലഭിക്കുന്നത്, ആ വഴി മുഴുവൻ അടയ്ക്കാൻ ഇബ്ലീസ് കിടഞ്ഞു പരിശ്രമിക്കും. അവൻ ഏറ്റവും ആദ്യമായി ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കൂട്ടിത്തരുന്നത് ദുനിയാവിനുള്ള മഹബ്ബത്തായിരിക്കും, ദുനിയാവിന്റെ കളി വിനോദങ്ങളിൽ ഏർപ്പെടലായിരിക്കും. നല്ലത് ചെയ്യുമ്പോൾ പിൻപറ്റാൻ ആളുകൾ കുറവാണ്. എന്നാലോ തെറ്റുകളുടെ പിന്നാലെ ഫാൻസ് അസോസിയേഷൻ നോക്കിയാൽ ഇഷ്ടം പാടുണ്ടാവും, എമ്പാടുണ്ടാവും. ഏതെങ്കിലും പ്രത്യേക കളിക്കാരെ നോക്കിയാൽ, സിനിമാ താരങ്ങളെ നോക്കിയാൽ, സീരിയൽ താരങ്ങളെ നോക്കിയാൽ, ഇപ്പൊ അതൊന്നുമല്ല ട്രെൻഡ്, ഇപ്പൊ വേറെ പലതുമാണ് ട്രെൻഡ്. റീൽസ് ചെയ്യുന്ന താരങ്ങളുടെ പിന്നാലെയാണ് ഇപ്പൊ ആളുകൾ. കടകൾ ഉദ്ഘാടനം ചെയ്യാൻ മുമ്പൊക്കെ തങ്ങന്മാരാണെങ്കിൽ ഇപ്പൊ അവരുടെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാ തങ്ങന്മാരൊക്കെ. ഇപ്പൊ റീൽസ് ചെയ്യുന്ന കുഞ്ഞാപ്പുമാരാണെന്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. കുറ്റം പറയുകയല്ല, ഇവരെ പൊക്കി നടക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗൗരവമുള്ളൊരു വാക്കുണ്ട്. നാളെ മഹ്ശറിൽ ചില ആളുകളെ കൊണ്ടുവരപ്പെടും. അവരാരെയാണോ കൂട്ടുകാരാക്കിയത്, അവരാരെയാണോ പിൻപറ്റിയത്, അവരാരെയാണോ സ്നേഹിച്ചത്, അവരോടൊപ്പം ആയിരിക്കും നാളെ മഹ്ശറിൽ നിൽക്കുക എന്നുള്ളത്. ആളുകളെ ചിരിപ്പിക്കുകയും ആളുകളെ ചിരിപ്പിച്ച് വഞ്ചിപ്പിക്കുന്ന ആളുകളുടെ പിന്നാലെ അണിചേർന്നവർ നാളെ മഹ്ശറിൽ വന്ന് നിൽക്കുന്നത് ഏത് സൈഡിലായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. യജമാനനായ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽ മർഉ മഅ മൻ അഹബ്ബ, ആരാരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടപ്പെടുന്നത് എന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ദുനിയാവിന്റെ ആളുകളുടെ ഈ പളവളപ്പുകൾക്ക് പിന്നിൽ നമ്മൾ മതിമറക്കുകയും അവരുടെ പിന്നാലെ ഒരുമിച്ച് കൂടാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുമ്പോൾ നന്മയുടെ ഭാഗത്ത് ആളുകൾ ഉണ്ടാകൂല എന്നത് എത്ര യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നന്മകൾ ചെയ്യുന്നവർക്ക് ഫോളോവേഴ്സ് കുറവാണ്. എന്തേ കാരണം? അവിടെ വലിയ മധുരം ഉണ്ടാവുകയില്ല, അവിടെ വലിയ വിനോദങ്ങൾ ഉണ്ടാകൂല, അവിടെ ചിരിക്കാനുള്ള വകയൊന്നും ഉണ്ടാകൂല, അവിടെ ആസ്വദിക്കാനുള്ള വകയൊന്നും ഉണ്ടാകൂല. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഗായികയോ ഗായകനോ വന്നൊരു ഗാനമേള നടത്തുകയായിരുന്നെങ്കിൽ ചിലപ്പോ ഈ ഇരിക്കാൻ ഈ കസേരകളൊന്നും മതിയെന്ന് വരൂല. എന്തേ കാരണം? അത്തരത്തിലുള്ള ആളുകളെയാണ്, അത്തരത്തിലുള്ള സദസ്സുകളോടാണ് ആളുകൾക്ക് ഭ്രമമുള്ളത്, ഇന്നത്തെ യുവതലമുറയ്ക്ക് ഭ്രമമുള്ളത്. ഇത് സാക്ഷാൽ ഇബ്ലീസ് മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ മധുരമൂട്ടലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിനോദങ്ങൾ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും അമിതമായി കഴിഞ്ഞാൽ. എന്നാൽ വിനോദങ്ങൾ വേണം. തന്റെ കുടുംബാദികളോട് കളിവിനോദങ്ങളിൽ ഏർപ്പെടണം. അതിന് ഏറ്റവും ഉദാത്തമായ മാതൃക ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. ഒളിമ്പിക്സിൽ പങ്കെടുക്കാനല്ല, മറിച്ച് എന്ത് ചെയ്യാ, തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ, കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാകുന്ന പേരക്കുട്ടികളെ മുതുകിലേറ്റിയിട്ട് ആന കളിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ കുടുംബാദികൾക്ക്, തന്റെ പേരക്കുട്ടികൾക്ക് സന്തോഷമുണ്ടാകാൻ. മക്കളെയും അതുപോലെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒന്ന് അതിരുവിട്ട് സ്നേഹിക്കാൻ പാടില്ല. അതിന് പരിധി, പരിശുദ്ധ ശരീഅത്തിന്റെ പരിധികൾ നിശ്ചയിക്കണം എന്ന് പറയുമ്പോൾ വീട്ടിലെ മിനിക്കരടിയായി കയറി ചെല്ലണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ചില കാക്കമാര് പറയാറുണ്ട്, ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന പിന്നെ ആരും ഒരു അക്ഷരം മിണ്ടൂല എന്ന്. അവനെ പോലെ ഗതികെട്ടൊരു ഭർത്താവ്, അവനെ പോലെ ഗതികെട്ടൊരു വാപ്പ ലോകത്ത് വേറെ ഉണ്ടാവൂല. വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷം ഉണ്ടാകണം. ഇതാ നമുക്ക് വരുന്നുണ്ട് എന്ന് ദൂരത്ത് നിന്ന് നോക്കിയിട്ട് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾക്ക് സന്തോഷം ഉണ്ടാകണം. ഇത് വാപ്പ് വരുന്നുണ്ട് എന്ന് കേട്ടാൽ പുതപ്പിനടിയിലേക്ക് മക്കൾ പായുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കാൾ ഗതികെട്ടൊരു വാപ്പ ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന്. അങ്ങനെ ഉണ്ടായിരുന്നതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ അക്രമായ, ഏറ്റവും വലിയ അഫ്ളലായ, ലോകത്തെ ഇതുപോലെ മാതൃക കാണിച്ചെന്ന് വേറൊരു വാപ്പാനെ കാണാൻ കഴിയുമോ? ഇതുപോലെ ഒരു വല്യപ്പാനെ കാണാൻ കഴിയുമോ? ആ വല്യപ്പ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തോളി കയറാൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള പേരക്കുട്ടികൾ മുൻപന്തിയിലുണ്ട്. നബിതങ്ങളുടെ സദസ്സിലേക്ക് ഫാത്തിമ ബീവി ഓടി ഓടി വരുമായിരുന്നു. നബിതങ്ങൾ മടിയിലിരുത്തി കൊഞ്ചിക്കുന്നത് സ്വഹാബത്ത് പറയുകയാണ്. എന്തേ കാരണം?
വാപ്പയാകുമ്പോ, വല്യുപ്പയാകുമ്പോ, ഉമ്മയാകുമ്പോ മക്കളോട് ലാളന വേണം, സ്നേഹം വേണം. പക്ഷേ ആ സ്നേഹത്തിലെല്ലാം പരിശുദ്ധ ശരീഅത്തിനെ കടത്തിക്കൊണ്ടുവരണം. അവിടെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നത്. അല്ലാതെ കേവലം വടിയെടുത്ത് അവരെ വഴക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പേടിയുണ്ടാക്കുക, ഭയഭക്തി ഉണ്ടാക്കുക, അതുകൊണ്ട് ആ മക്കൾ നന്നാകൂല. തല്ലി നന്നാക്കുക എന്നുള്ള പരിപാടിയൊന്നും നടക്കൂല. മക്കളെ തല്ലിയാലേ നന്നാകൂ എന്നുള്ള ആ നിലപാട് ഒരിക്കലും ശരിയല്ല. തല്ലുകൊണ്ടവരെല്ലാം നന്നായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ചോ മക്കളെ അമിതമായി ശാസിക്കുകയും വളരെ പീഡനം നടത്തുകയും ചെയ്യും, അവരെ പീഡിപ്പിക്കുക വീട്ടിലിട്ട്. അങ്ങനത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരോട് മക്കൾക്ക് സ്നേഹമല്ല ഉണ്ടാകുക, മറിച്ച് ഒരുതരം വെറുപ്പാണ് ഉണ്ടാകുക. എങ്ങനെങ്കിലും ഈ വാപ്പാന്റെ ഉമ്മാന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതുന്ന മക്കളുണ്ട് വീട്ടിൽ. എന്തേ കാരണം? വാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തുനിന്നും കിട്ടേണ്ട സ്നേഹം കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ്. ജയിലിൽ അടയ്ക്കുന്നത് പോലെ മക്കളാ. അങ്ങനെ വളർത്താൻ പാടില്ല. മറിച്ചോ സ്നേഹത്തോടുകൂടി ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അത്തരത്തിലുള്ള മക്കളെ ഗുണം ചെയ്യുകയുള്ളൂ. നബി തങ്ങളുടെ ഹദീസല്ലേ, നാളെ ഖബറിലേക്ക് നമ്മെ കൊണ്ടുവെക്കുന്ന സമയത്ത് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം കഠിനമായ ചോദ്യം ചോദിക്കുന്ന സമയം നമുക്ക് രക്ഷ കിട്ടാനുള്ള ചില മാർഗങ്ങൾ മുത്തുനബി തങ്ങൾ എണ്ണി പറഞ്ഞതിൽ അവസാനം പറഞ്ഞെന്താ? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നിന്റെ ഖബറിന്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കൾ നിനക്കുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാ. ഇത് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ചില മക്കൾക്ക് ആശ്വാസമാണ്, ഹാവൂ കഴിഞ്ഞു, രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പരിധി നിശ്ചയിക്കണം എന്ന് പറഞ്ഞത് വീട്ടിലേക്ക് കടന്നു വരുമ്പോ സിംഹത്തെ പോലെ കടന്നു വരണം, കരടിയെ പോലെ കടന്നു വരണം എന്നല്ല. മറിച്ച് എന്ത് ചെയ്യണം? എന്റെ വാപ്പാക്ക് ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യൂല എന്നൊരു മകൻ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ മഹബ്ബത്തുണ്ടാകണം. അവർക്ക് നിങ്ങൾ ദീൻ കൊടുക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ഭർത്താവിന് ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് പറയുന്ന രൂപത്തിലേക്ക് തന്റെ ഭാര്യയോട് മഹബ്ബത്തും സ്നേഹവും അദബും ദീനും പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവളെ വെറുപ്പിക്കുന്ന രൂപത്തിൽ ഞാൻ ഈ പ്രവൃത്തി ഇനി ചെയ്യൂല എന്ന് ഒരു പുരുഷന് ഭർത്താവിന് തോന്നുന്ന രൂപത്തിലേക്ക് അയാളും ദീനുള്ളവനായി മാറണം. അതാ പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ പറയുന്നത്. കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി വിട്ട് അതിര് കടക്കുമ്പോ അത് നാളെ നരകത്തിലേക്കുള്ള മാർഗമായി തീരും. നാലാമത്തെ ഒരു വിയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. എന്താ നാലാമത്തെ വി? അത് വിവേകമാണ്. അതെമ്പാടും മനുഷ്യന് വേണം. വിവേകത്തിന് പരിധിയൊന്നുമില്ല. വിവേകം കൂടിപ്പോയി എന്ന് ആരും പറയൂലല്ലോ. ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും വിവേകമുള്ളവരായി ചെയ്യാൻ ശ്രമിക്കണം. നാം ഒരു വാക്ക് പറയുമ്പോ, ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോ, ഒരു ചിന്ത നമ്മൾ ചിന്തിക്കുന്ന സമയത്താണെങ്കിൽ ശരിയും കൃത്യമായ നല്ല രൂപത്തിലുള്ള ചിന്തയാകണം വരേണ്ടത്. ചിന്ത പല കോലത്തിലും വരാലോ. മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ചിന്ത എന്നുള്ളത്. പക്ഷേ നല്ലത് ചിന്തിക്കാനുള്ള ത്രാണി ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യന് നല്ലത് ചിന്തിക്കാൻ കഴിയുക? നല്ലത് കാണാൻ ശ്രമിക്കണം, നല്ലത് കേൾക്കാൻ ശ്രമിക്കണം. എപ്പോഴും ദുർചിന്തയും നടത്തിപ്പുമായി നടക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ മോശത്തരങ്ങൾ മാത്രം കണ്ടു നടക്കുന്ന ഒരാൾക്ക്, മോശമായത് മാത്രം കേട്ട് നടക്കുന്ന ഒരാൾക്ക് നല്ലത് ചിന്തിക്കാൻ കഴിയുമോ? കഴിയില്ല. അവിടെയാണ് നല്ലത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവന്റെ മനസ്സിൽ നല്ല ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിവേകം എല്ലാ വിഷയത്തിലും അനിവാര്യമാണ്. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമുക്കുള്ള വിശപ്പ്, അതുപോലെ വികാരവും, അതുപോലെ വിനോദവും, ഈ മൂന്ന് കാര്യമാണെങ്കിലും വിവേകത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതാണ്. സ്വർഗത്തിലേക്ക് അയാൾക്ക് എത്താൻ കഴിയും. മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ വിജയിച്ചത് കുറേ കാലം മുസ്ലിമായി ജീവിച്ചത് കൊണ്ടല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങൾ 38ാമത്തെ വയസ്സിലാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഏകദേശം അതിനപ്പുറത്തെ വയസ്സായപ്പോഴാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. തുടങ്ങി മഹാന്മാരായ സ്വഹാബത്തിനെയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങി മഹാന്മാരായ എത്രയോ സ്വഹാബത്തിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വൃദ്ധരായ ആളുകൾ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. വൃദ്ധരായ ആളുകൾ, പ്രായമുള്ള ആളുകൾ, കുറഞ്ഞ വർഷം മാത്രം പരിശുദ്ധ ദീനിൽ ജീവിച്ച ആളുകൾ. എന്നാൽ ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോഴോ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. എന്തേ കാരണം? കുറഞ്ഞ സമയമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അന്ന് അവരെടുത്തത് ഏറ്റവും വലിയ വിവേക ബുദ്ധിയായിരുന്നു എന്നതുകൊണ്ടാണ്.
ഏറ്റവും വിവേകത്തോടുകൂടി അവരന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്, അതിന് കഴിവുണ്ടാകുന്നത്. എത്രയോ ആളുകൾ ആ കാലങ്ങളിൽ കഴിഞ്ഞു പോയവരുണ്ട്, എത്രയോ ആളുകൾ ആ കാലങ്ങളിൽ ജീവിച്ചു മരിച്ചു പോയവരുണ്ട്. പക്ഷേ അവരെ ഒന്നും പറയുമ്പോ നമ്മുടെ ഖൽബിൽ ഒരു ബഹുമാനമോ ചിന്തയോ വരാത്തത് എന്തുകൊണ്ടാണ്? സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ ചെയ്തതുപോലെ വിവേകബുദ്ധിയോട് പെരുമാറിയവർ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്ന വ്യക്തമായ ബോധമുള്ള ആളാണ്, അല്ലേ? തമാശയ്ക്ക് പോലും എന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്നും ഒരു മോശം, എന്തിന് മോശത്തിന്റെ ഒരു ചൊവയുള്ള ദ്വാർത്ഥമുള്ള ഒരു പദം പോലും വന്നിട്ടില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ആളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് സിദ്ദീഖ് തങ്ങൾക്ക് മാത്രമല്ല, അബൂജഹലിനോട് ചോദിച്ചാലും അത് തന്നെ മറുപടി പറയും. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ എന്നവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് പോയൊരു സംഭവം ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. നജ്ജാശി രാജാവിന്റെ മുമ്പിൽ പോയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും വകവരുത്താനായി കുറച്ച് ആളുകളെ വിട്ടുതരണം, ഒരു സംഘത്തെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം. എന്തിനു വേണ്ടിയിട്ടാ? മുസ്ലിമീങ്ങളെ വകവരുത്താൻ, നബിതങ്ങളെയും സഹാബത്തിനെയും ഇല്ലാതാക്കാൻ. നജ്ജാശി രാജാവ് പിടിച്ചിരുത്തി. അബൂ സുഫിയാനാണ് നേതാവ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹു അടുത്ത ബർക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അബൂ സുഫിയാനെ മുമ്പിലിരുത്തിയിട്ട് തന്റെ കൂടെ വന്ന അനുയായികളെ മുഴുവൻ അബൂ സുഫിയാന്റെ ബാക്കിലിരുത്തി. എന്നിട്ട് ചോദിച്ചു, ബാക്കിലിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ അബൂ സുഫിയാനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. മുമ്പിലിരിക്കുന്ന അബൂ സുഫിയാനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അബൂ സുഫിയാൻ അതിന് മറുപടി പറയും. എന്നാൽ എനിക്ക് ആ മറുപടി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എക്സ്പ്രഷൻ കൊണ്ടാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് മനസ്സിലാകേണ്ടത്. അബൂ സുഫിയാൻ എങ്ങാനും കളവാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ അത് വിളിച്ചു പറയണം. വിളിച്ചു പറയാന്ന് വെച്ചാൽ ആംഗ്യം കാണിക്കണം, തെറ്റാണ് പറഞ്ഞത്, പൊള്ളാണ് എന്ന് പറഞ്ഞു തരണമെന്ന്. നിങ്ങൾ ബാക്കിലിരിക്കുന്നതുകൊണ്ട് നേതാവിന് നിങ്ങളെ കാണാൻ പറ്റൂല, അതുകൊണ്ട് ആരാ പറഞ്ഞതെന്നൊന്നും എന്ത് ചെയ്യൂല, അബൂ സുഫിയാന് തിരിയൂല എന്ന് ആ നിബന്ധനയിൽ ആരെ ഇരുത്തി? ഫ്രണ്ടില് അബൂ സുഫിയാൻ എന്നവരെ മുമ്പിലിരുത്തി. നജ്ജാശി രാജാവ് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുഹമ്മദ് എന്ന വ്യക്തിയുടെ നാവിൽ നിന്നും ഒരു കളവെങ്കിലും വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വന്തമായി കേൾക്കേണ്ട, ആരെങ്കിലും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നായിരുന്നു മറുപടി. ഇല്ല, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ട്. അന്ന് ശത്രുപക്ഷത്താണ് അബൂ സുഫിയാൻ ഉള്ളത്. അവരോട് ചോദിച്ചപ്പോഴും പറഞ്ഞെന്താ? ജീവിതത്തിൽ ഇന്നേ വരെ കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരാൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ആരാധനയ്ക്കിറങ്ങാൻ യജമാനനായ റബ്ബ് മാത്രമേ ഉള്ളൂ, ഞാൻ അവന്റെ റസൂലാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ വിവേകം വർക്ക് ചെയ്തില്ല. എന്ത് ചെയ്തു? അവർ ചിന്തിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്ന് പറയാൻ മുഹമ്മദിന് എന്താ യോഗ്യത എന്നാ. എന്നാലോ വിവേക ബുദ്ധി ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോഴോ സദഖത്തു, ഞാനങ്ങ് വിശ്വസിച്ചു, ഞാനത് സത്യമാക്കിയിരിക്കുന്നു, ആ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ആമൻതു ബി റസൂലി, ആ റസൂലിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. എന്തേ കാരണം? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിവേക ബുദ്ധിയോടുകൂടി പെരുമാറി. അബൂജഹൽ അടക്കമുള്ള കിങ്കരന്മാരോട് ഈ വാക്ക് പറഞ്ഞപ്പോ അബൂലഹബ് എഴുന്നേറ്റ് നിന്ന് ആക്രോശിച്ചത് തബ്ബല്ലക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നാശം ഉണ്ടാകട്ടെ എന്നാ. ഇതേ വാചകം പറഞ്ഞപ്പോ അബൂലഹബ് ആകുന്ന കിങ്കരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞെന്താ? മുഹമ്മദ് നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന്. എന്തേ കാരണം? വിവേക ബുദ്ധി വർക്ക് ചെയ്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്ന നേതാവിനോ അദ്ദേഹം വിവേകത്തോടുകൂടി പെരുമാറി. ഇന്നേ വരെ കളവ് പറയാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതും കളവ് പറയാൻ ഒരു സാധ്യതയുമില്ല, അവിടുന്ന് പറഞ്ഞത് ഹക്കാണ്, സത്യമാണ് എന്ന്. ഏത് വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും കാണാൻ കഴിയും. നമ്മുടെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ ആകണം. വിവേക ബുദ്ധിയോടുകൂടി പെരുമാറാൻ കഴിയണം. വിനോദങ്ങൾ എടുത്താലും നമ്മുടെ വികാരങ്ങൾ എടുത്താലും ഏത് മേഖല എടുത്താലും വിവേക ബുദ്ധിയോടുകൂടി പെരുമാറിയാൽ അവർക്ക് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. കാരണം നമ്മുടെ മുൻപന്തിയിലുള്ളത് മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈനാണ്.
എന്നാലോ നശ്വരമായി ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു വിവേകബുദ്ധിയില്ലാത്തവരായി തോന്നിയതുപോലെ താൻ തോന്നികളായി നടന്നാൽ ആദ് സമുദായത്തെയും അതുപോലെ സമൂദ് ഗോത്രത്തെയും ലൂത്ത് നബിയുടെ സമുദായത്തെയും അങ്ങനെ തുടങ്ങി എത്രയോ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഈ ദുനിയാവിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. താൻ തോന്നികളായി ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുന്നിട്ടിറങ്ങിയപ്പോ ഭൂമുഖത്ത് നിന്നും അള്ളാഹു അടപടലം അവരെ തുടച്ചു മാറ്റി കളഞ്ഞു. പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ് സമുദായത്തെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒന്ന് ചിന്തിക്കണം അവരെ പറ്റി. തണ്ടും തടിയും ഉണ്ടായിരുന്നു, ആരോഗ്യവാന്മാരായിരുന്നു, നമ്മെക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ളവരായിരുന്നു, ദീർഘായുസ് കിട്ടിയവരായിരുന്നു, കുറെ കാലം ജീവിക്കാൻ അവസരം കിട്ടിയവരായിരുന്നു. അവർ നന്മകൾ ചെയ്യാൻ തുനിഞ്ഞിരുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന നന്മകൾ കണക്കുകൂട്ടിയാൽ നമ്മുടെ വർഷങ്ങളൊക്കെ വളരെ തുച്ഛമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ വിവേകബുദ്ധി ഇല്ലാത്തതിന്റെ പേരിൽ താൻ തോന്നിയായേ ഞാൻ ജീവിക്കൂ എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോ അവരെ മുഴുവൻ അടപടലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിക്കളഞ്ഞു. സമൂദ് ഗോത്രത്തെ പറ്റി പറയുന്നുണ്ട്, പാറകൾ തുരന്നിട്ട് ഗുഹകൾ ഉണ്ടാക്കുകയും വീട് നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്ന്. കൈകൾ കൊണ്ട് പാറ തുരക്കാൻ അത്രത്തോളം ശക്തി കൊടുത്തൊരു സമുദായം മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയി. ആരോഗ്യമില്ലാത്തതിന്റെ പേരിലല്ല അവർ പിഴച്ചുപോയത്, ബുദ്ധിയില്ലാത്തതിന്റെ പേരിലും അല്ല, ആയുസ്സില്ലാത്തതിന്റെ പേരിലുമല്ല, മറിച്ച് അവരിലേക്ക് പ്രവാചകൻ വരാത്തതിന്റെ പേരിലുമല്ല. ഇതൊക്കെ ഉണ്ടായിട്ടും വിവേകത്തോടുകൂടി അതിനെ സമീപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കേവലം അവർക്ക് ചുറ്റുപാടുമുള്ള ആ പളവളപ്പുകൾക്ക് മുന്നിൽ അവർ മുങ്ങിപ്പോയി. അത് കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു പോയി. അവർക്ക് ബാക്കിയുള്ളതൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ആ ഒരു വിവേകബുദ്ധി ഇല്ലാതെയായി പോയതിന്റെ പേരിൽ ആ സമുദായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തലകീഴായി മറിച്ചു കളഞ്ഞത് പരിശുദ്ധ ഖുർആൻ പറയുക. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വെട്ടിയിട്ട ഈത്തപ്പനത്തടി, കടപുഴകി വീണ ഈത്തപ്പനത്തടി കിടക്കുന്നത് പോലെ അട്ടഹാസം കേട്ട് മരിച്ചു വീണ് കിടന്നു എന്ന് അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയാം. അവര് വീണ് കിടക്കുന്നത് കാണുമ്പോ ഈത്തപ്പനത്തടി കടയറ്റ് വീണതുപോലെ ഉണ്ടായിരുന്നു എന്ന്. ലൂത്ത് സമുദായം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വിഭാഗം അവരുടെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് താൻ തോന്നികളായി തീർന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് ഇറങ്ങിയത് ആ ഭൂമി ഒന്നടങ്കം മറിച്ചു കളഞ്ഞു. ഇന്നും ഡെഡ് സീ ആയി, ചാവുകടലായി നമുക്ക് ദൃഷ്ടാന്തമായി മുമ്പിലുണ്ടത്. വലിയൊരു താൻ തോന്നി കഴിഞ്ഞുപോയി ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായ ബോധനം നൽകി. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമും ഈ ഫിർഔന്റെ അടുക്കലേക്ക് പോകുന്ന സമയം ഫിർഔൻ കൽപ്പിക്കാൻ, ഫിർഔനോട് പറയാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു യഖ്ഷാ എന്ന. മാന്യമായി സംസാരിക്കണേ എന്ന് അവരോട്, വിവേകത്തോടു കൂടി സംസാരിക്കണേ എന്ന്. രാജാവാണ് ഓപ്പോസിറ്റ് ഉള്ളത്, നിങ്ങൾക്കെതിരെയുള്ളത് രാജാവാണ്, ഒരു നാട് ഭരിക്കുന്ന ആളാണ്, ഒരുപാട് അനുയായികളുള്ള ആളാണ്, വലിയ അധികാരമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോ കൃത്യമായി വിവേകബുദ്ധിയോടുകൂടി സംസാരിക്കണം, എടുത്തു ചാടാൻ പാടില്ല. ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു, നല്ല മധുരമുള്ള വാക്കുകൾ പറയണം. എന്നാലോ ഇതൊക്കെ ചെയ്തിട്ടും അന റബ്ബുകുമുൽ അഅല, ഞാനാണോ ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ചവനാണ് ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. എന്തേ കാരണം? വിവേകബുദ്ധി വർക്ക് ചെയ്തില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായ ബോധനം നടത്തി നമ്രൂദ് എന്ന കാട്ടാളന്റെ മുമ്പിൽ. പക്ഷേ അവിടെയും തന്റെ അധികാരത്തിന്റെ ഹുങ്ക്, തന്റെ സമ്പാദ്യത്തിന്റെ ഹുങ്ക്, അത് കാരണം ഇതാണ് ഏറ്റവും വലുത് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. തന്റെ വിവേകബുദ്ധി വർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ അവനെയും ലോകം ശപിക്കപ്പെടുന്ന രൂപത്തിൽ, ലഅനത്ത് ചെയ്യുന്ന രൂപത്തിൽ ദൃഷ്ടാന്തമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഖാറൂൻ എന്ന വ്യക്തി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സവിധത്തിൽ സദാസമയം ഇബാദത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ, സമ്പാദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോ ഈ സമ്പാദ്യത്തിന്റെ പിന്നാലെ പായുന്നതിന്റെ തിരക്കിൽ അവന് നിസ്കാരം വേണ്ട, മറ്റ് സൽക്കർമ്മങ്ങൾ വേണ്ട, സകാത്ത് പോലും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ മുഴുവൻ സമുച്ചയങ്ങളെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ലോകത്തിന് മാതൃകയാക്കി, ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹനെ ധിക്കരിക്കുന്നവർക്കുള്ള ശിക്ഷ ഇപ്രകാരമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിവേകബുദ്ധി വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സമ്പാദ്യമില്ലാത്തതിന്റെ പേരിലോ
അധികാരമില്ലാത്തതിന്റെ പേരിലോ സ്ഥാനമാനങ്ങളില്ലാത്തതിന്റെ പേരിലോ വിവരമില്ലാത്തതിന്റെ പേരിലോ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതിന്റെ പേരിലോ ഒന്നുമല്ല, മറിച്ച് ചിന്തിക്കാൻ ഒരല്പ സമയം മാറ്റിവെക്കാത്തതിന്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. ചിന്തിക്കണം. ആ ചിന്ത നന്നാകുമ്പോൾ മാത്രമാണ് നമുക്ക് യജമാനനായ റബ്ബ് കാണിച്ചു തന്ന യഥാർത്ഥ വഴിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ, നല്ല മാർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും ചെയ്യേണ്ട പ്രസക്തി.